1 കൊരിന്തോസിന്റെ 12-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനം, എല്ലാവരും അത്ഭുത പ്രവർത്തകർ, എല്ലാവരും രോഗശാന്തിക്കുള്ള വരങ്ങളുണ്ട്, എല്ലാവരും വിവിധ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ, ദാഹിക്കുവിൻ. അപ്പോൾ ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി ശരിക്കും ദാഹിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധമാവ് തരും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ എൻ്റെ ജീവിതത്തെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് പരിശുദ്ധമാവ് തരും നമുക്ക്. നിങ്ങൾ ഈശോയുടെ നാമം നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരൊറ്റ ആത്മാവും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കില്ല. അതായത് അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 16-31 വചനം പറയും, ആകയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും നിന്റെ ആത്മാവും എല്ലാം രക്ഷ പ്രാപിക്കും. 1 കൊരിന്തോസിന്റെ 2:2 പറയുന്ന പോലെ, അതായത് ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിയേണ്ടതില്ലെന്ന് പൗലോസ് ഈശോ അരൂപി നിറയുന്ന അനുഭവം. ഈശോയെ മാത്രമേ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് നിറയുന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ആഗ്രഹവും ഒരു വ്യക്തിക്ക് ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. ലൗകിക ആഗ്രഹങ്ങൾ നമ്മളിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. പണം, സ്വത്ത്, ഭൂമി, വീട്, അത് പണം, സുഖങ്ങൾ, നേട്ടങ്ങൾ ഇനിയും ഒരുപാട് വെട്ടിപ്പിടിക്കണം, ആരെയൊക്കെയൊക്കെ തകർക്കണം, കള്ളത്തരവും വഞ്ചനയും ചതിയൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും വക്രതയിലൂടെയൊക്കെ സമ്പത്തൊക്കെ നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാ, നമ്മൾ ഈ പരിശുദ്ധാത്മാവ് വേണ്ടവണ്ണം നിറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പൗലോസ് പറയുന്ന പോലെ ഫിലിപ്പിയ ലേഖനത്തിന്റെ 3:6 മുതൽ 9 വരെയുള്ള വചനം പറയും, ഇവയെല്ലാം യേശുക്രിസ്തുവിനെ പറ്റി നഷ്ടമാണ് ഞാൻ കണക്ക്. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകുക, സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ലോകത്തിന്റെ പേര്, ലോകം നൽകുന്ന പേര്, അഡ്രസ്സ്, എല്ലാം ലോകത്തിന്റെ കസേരകൾ, ഇതിനൊക്കെ ഉച്ഛിഷ്ടമായിട്ട് കാണുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട്. പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലോകത്തെ എടുത്ത് ദൂരെ കളയാൻ പറ്റുള്ളൂ. ലൗകികത, ഭൗതികത, പേര്, പെരുമ, പ്രശസ്തി, നേട്ടം, സൽപ്പേര്, ഇതൊക്കെ എടുത്തു കളയാൻ ഒരാള് സാധിക്കണമെങ്കിൽ അത് അത്രമാത്രം ആ വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിറഞ്ഞു എന്നതിന്റെ തെളിവാണ്. അല്ലെങ്കിൽ ഒരിക്കലും അത് കളയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നിറയാതെ ഒരാൾക്ക് പോലും ലോകത്തോട് നോ പറയാനായിട്ട് പറ്റത്തില്ല. നല്ല ലോകത്തിന്റെ പിന്നാലെ പോവുകയാണ്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അതിന്റെ കാരണം വെച്ചാൽ അനോയിന്റിങ് കറക്റ്റ് അല്ല. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് ഈശോയ്ക്ക് നമ്മൾ പൂർണ്ണമായിട്ട് കൊടുക്കുകയാണ്. ലൂക്ക 1:38 പരിശുദ്ധമ്മ ചെയ്തതുപോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നിറവേറട്ടെ, സമ്പൂർണ്ണ സമർപ്പണം ദൈവത്തിന് കൊടുക്കുക. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ നമ്മൾ തീവ്രമായിട്ട് ഈ ദിവസങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഒത്തിരി സാധാരണ പ്രാർത്ഥിച്ചാൽ പോരാ, ഇരട്ടി ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനെ ശരിക്കും ആദ്യ പെന്തക്കോസ്ത് അനുഭവം കിട്ടിയ അതേ അനുഭവം തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും.